അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മയ്യത്താണെങ്കിൽ അത് മോർച്ചറിയിൽ ഉണ്ടാവും. ഇൻക്വസ്റ്റ് പിറ്റേന്ന് രാവിലെ നടക്കുള്ളൂ, 9:30 മണിക്കേ നടക്കുള്ളൂ. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിന് വിടുള്ളൂ. മനസ്സിലായില്ല? അപ്പൊ ഇൻക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് 11 തരത്തിൽ ഫോട്ടോ എടുക്കും. ഇങ്ങനെ പിടിച്ച് ഒരു ഭാഗത്ത് ചരിച്ച് മറ്റേ ഭാഗത്ത് ചരിച്ച് പല കോലത്തിൽ എടുക്കുന്നത് മുസ്ലിങ്ങളായിരിക്കും, മുസ്ലിങ്ങളൊന്നായിരിക്കും. അതൊന്നും വിചാരിക്കണ്ട. ഒരു നൂൽ ബന്ധം ആ ശരീരത്തിനുണ്ടാവില്ല. 5 ആണുങ്ങളാണ് ഉണ്ടാവുക. ഒരു ഡോക്ടർ, ഒരു ലേഡി പോലീസ്, ഒരു വനിതാ പോലീസിന് ഒരു പോലീസ് ഉണ്ടാവും. 5 ആണുങ്ങളുണ്ടാവും. പഞ്ചായത്തിലെ 2 പേര്, പിന്നെ 5 പേരുണ്ടാവും. ചിലയിടത്തൊക്കെ നമ്മള് വേറെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ വനിതകളെ നിർത്താറുണ്ട്, ചിലയിടത്ത് നിർത്താറില്ല. അപ്പോ ഈ അന്യ പുരുഷന്മാരുടെ ഇടയിലാണ് വിവസ്ത്രയാക്കപ്പെട്ട് ശരീരം കിടക്കുന്നത്. കാരണം എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോവാത്തൊരു അനുഭവം എന്ന് പറയുന്നത്, കൊറോണ സമയത്ത് ഒരു സഹോദരി 3 മാസം ഗർഭിണിയാണ്, ഭക്ഷണം കഴിക്കാണ്ടായിട്ട് തലയുടെ പുറകുവശം അടിച്ചു മരിച്ചു. കരിയാടുള്ളതാണ്. അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു മുടിനാരിഴ പോലും പുറത്ത് കാണിക്കാൻ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചതാണ്. അള്ളാഹിന്റെ കള്ളാഹ് ആ പെൺകുട്ടിയെ CMC ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ചൊക്ലിയിലൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ചിലർക്കൊക്കെ അറിയുമായിരിക്കും. ആ ഹോസ്പിറ്റലില് 4 തൂണിനിടയിൽ ഒരു വെള്ള തുണി കെട്ടിയിട്ട്, ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് വരെ കയറ്റിയിട്ടില്ല, ആ തൂണിന്റെ ഉള്ളിൽ ഒരു വെള്ള തുണി കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ ഒരു പട്ടിയെ പോലെ ഇട്ടിട്ട് ഒരു ബന്ധമില്ലാതെ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കംപ്ലീറ്റ് രൂപമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമുക്ക് എപ്പോഴാണ് മരണം? നമ്മുടെ ചെരുപ്പിന്റെ വാറ് പോലെ നമ്മുടെ അടുത്തിരിക്കുകയാണ് മരണം. നമ്മുടെ ശരീരം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ക്ലീൻ ചെയ്യണം. എപ്പോഴും ഒരു മാസമാവാനൊന്നും കാത്തിരുന്നു. നമുക്ക് ആവതുള്ള കാലത്തോളം നമ്മുടെ ശരീരം എപ്പോഴും വൃത്തിയാക്കില്ല. നമുക്ക് എപ്പോഴാണ് മരണം സംഭവിക്കാന്നറിയോ? ഇല്ല. എന്നിട്ട് അബോഷനായി പോയിട്ട് ബ്ലഡ് വരുന്നുണ്ട്, പാൻറ്റീസ് കത്രിക വെച്ച് കട്ട് ചെയ്ത് 2 വശമാക്കിയിട്ട് പോലീസുകാർ ലാത്തി കൊണ്ട്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലാത്തി കൊണ്ട് ഈ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഫോട്ടോ എടുക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്തായിരിക്കും അവസ്ഥ? ഞാൻ തുണി ഇടുന്തോറും പോലീസുകാർ ലാത്തി കൊണ്ട് മാറ്റിയില്ല. ഗർഭിണിയാണ്, അബോഷനായി പോയതാണ്, പീനിയായ ഒരു പെണ്ണ. നിങ്ങളൊന്ന് ചിന്തിച്ചു. ഉമ്മ പറഞ്ഞു, ഡോക്ടറെ മുന്നിൽ 2 ദിവസമായി എന്റെ മോള് കുടിവെള്ളം കുടിക്കാത്തത്. ഉമ്മാന്റെ വിഷമം പറഞ്ഞതാണ്. ഉടനെ ഡോക്ടർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യണം. മരിച്ചിട്ടാണ് എടുത്തിയത്. മനസ്സിലായില്ലേ? തന്റെ ബേക്കടിച്ച് വീണതാണ്, തല ഇറങ്ങിയിട്ട്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് അള്ളാന്റെ കല, അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. നമ്മള് സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തിന് ഒരു പൊളിത്തീൻ ഷീറ്റ് കയറ്റണം. ബെഡിന് കവറിടില്ലേ, അതുപോലത്തെ ഒരു കവറിൽ കയറ്റണം. നമ്മളാരും അത് ചെയ്യലില്ല. നമ്മൾ വേഗം മയ്യത്ത് പൊളിപ്പിച്ച് കഫൻ ചെയ്ത് വിട്ടുകൊടുക്കലാണ്. പക്ഷെ ആ സഹോദരി ഞാൻ പൊളിത്തീൻ ഷീറ്റ് കയറ്റേണ്ടി ബ്ലഡ് കൊണ്ട്. ആ അവസ്ഥയും വന്നിട്ടുണ്ട്. അതിനൊന്നും നിങ്ങളൊന്നും ഇല്ലേലും പൊളിപ്പിക്കുമ്പോൾ ഞാൻ നിശ്ചയ കൈകാര്യം. ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടായി ചെയ്ത്. ഞാൻ പോലീസുകാരോട് വെച്ച് നിങ്ങൾക്കൊന്നും അമ്മയും പെങ്ങളും ഇല്ലേന്ന്. പക്ഷെ അവർ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടെന്താ മാഡം, ഇത് നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, ചെയ്യാണ്ട് പറ്റും. അതൊരു തെറ്റും ചെയ്യാത്തവർ. അപ്പൊ